അറിയാം അല്ലേ? ഭഗവാൻ അങ്ങനെ ഫ്രീ തരിക, നമ്മളിങ്ങനെ വിളിക്കുക, സ്വാർത്ഥന്മാരാവുക അല്ലേ? അപ്പൊ അതിനെന്താ ചെയ്യാ? ആ കടം വീട്ടാൻ നമ്മുടെ ശരീരം 37°C നിന്നും 1 ഡിഗ്രി കൂടിയാൽ നമ്മൾ വിയർക്കും, 1 ഡിഗ്രി കമ്മിയായാൽ നമ്മൾക്ക് തണുക്കും. അപ്പൊ കൃത്യമായി നമ്മുടെ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടി 37° ചൂട് നിലനിർത്തുന്നത് ആരാ? നമ്മളാണോ? ഇല്ല. അപ്പൊ അതിനു വേണ്ടി എന്ത് കടം വീട്ടി? നമ്മുടെ ശരീരം ഒന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ അല്ലേ, കൂടി കഴിഞ്ഞാൽ നമ്മൾ വിറയ്ക്കും, ഷിവർ ചെയ്യും, പനി എന്ന് പറയാനും. കമ്മിയായാലോ നമുക്ക് തണുത്തിട്ടും പറയ്ക്കും അല്ലേ? ഇപ്പൊ രാവിലെയും വൈകുന്നേരത്തും തണുപ്പില്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയ്ക്കും? അപ്പൊ അതിനുള്ള കടം നമ്മൾ വീട്ടിയോ? ഇല്ല. വീട്ടിയോ? ഒക്കെ വലിച്ച്, ശ്വാസമൊക്കെ വലിച്ച് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക. ഇതൊക്കെ എൻ്റെയാണ് പറയുന്നത്. എൻ്റെ ഭൂമിയാണ്, എൻ്റെ വീടാണ്, എൻ്റെ കുട്ടികൾ, എൻ്റെ രാജ്യം, എൻ്റെ സ്ഥലം, എൻ്റെ കിണർന്ന് വെള്ളമൊക്കെ കോരിയ എൻ്റെ സ്വഭാവം മാറുന്നൊക്കെ പറയും അല്ലേ? അവിടെ തൊട്ടു പോകരുത്, എൻ്റെ വേലി അവിടെ തൊട്ടു പോകരുത്, ഇതൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ എൻ്റെ ആണെങ്കിൽ അതിന് നമ്മൾ നികുതി അടയ്ക്കണ്ടേ? നമ്മുടെയാണോ? നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ നികുതി കൊടുക്കുന്നില്ലേ? 50 ലക്ഷം റുപ്യക്ക് സ്ഥലം വാങ്ങി അത് നികുതി അടയ്ക്കണ്ടേ? അല്ലാതെ എന്താ ഉണ്ടാവുക? ഗവൺമെൻറ് നികുതി അടയ്ക്കണില്ലേ? ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാണില്ലേ? പ്രതികരണമില്ല. ഒന്നിട്ട് തല ആട്ട, അതെങ്ങനെ ആട്ട, ഏതിലൊന്നും ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ നിർജീവമായിട്ടിരിക്കുക. അതുപോരാ, നമ്മുടെ നിർജീവത്വമാണ് ഹിന്ദുവിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമ്മൾ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തയ്യാറാവണം. അതിനു വേണ്ടിയിട്ട് ഒന്ന് തലയിലാടണം. നമ്മളൊരാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം തലയിലാണ്. അതാണ്. അപ്പോൾ നമ്മൾ ഈ അഞ്ച് കാര്യങ്ങൾക്ക് നമ്മുടെ 5 ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഭഗവാന് വേണ്ടി നമ്മൾ എന്താണ് കടം വീട്ടുന്നത് എന്നാണ് ചോദ്യം. ആ കടം വീട്ടാനുള്ള ഏക മാർഗം ശാസ്ത്രഗ്രന്ഥങ്ങളിൽ യാഗയജ്ഞങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. ആ യാഗയജ്ഞങ്ങളിലൂടെയാണ് ഈ കടങ്ങളെല്ലാം വീട്ടുന്നത്. സാധാരണ ഇപ്പോൾ ബ്രാഹ്മൺസൊക്കെ പൂരിമാരൊക്കെ നിത്യേന മറ്റേ പൂജാതി കർമ്മങ്ങൾ, അതുപോലെ തർപ്പണാദികൾ, ഹോമാദി കർമ്മങ്ങളെല്ലാം ദിവസം വീട്ടിൽ ചെയ്യും. അപ്പോൾ അവർക്ക് ഈ പഞ്ചമഹായജ്ഞങ്ങൾ ഓട്ടോമാറ്റിക്കായി നടക്കും. സാധാരണക്കാർക്ക് എന്ത് നടക്കില്ല? ഇതൊന്നും നടക്കില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ നടക്കാനുള്ള മാർഗമാണ് യാഗത്തിലൂടെയും യജ്ഞത്തിലൂടെയും ചെയ്യുന്ന കർമ്മങ്ങൾ. ഈ പഞ്ചമഹായജ്ഞങ്ങൾക്ക് തുല്യമാണ് ഒരു യാഗത്തിലൂടെ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലേ? നമ്മൾ ബർത്ത്ഡേ, ഹിന്ദുവിൻ്റെ ഇന്നത്തെ കാലത്ത് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ജന്മദിവസമൊന്നുമില്ല, ബർത്ത്ഡേ. നമുക്ക് സ്റ്റാൻഡേർഡൊക്കെ വേണ്ടേ ഹിന്ദുവിന്? ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കും? നമ്മൾ പൈറസീൻ എന്ന് പറയുന്ന വിഷവസ്തുക്കൾ പുറപ്പെടുവിപ്പിക്കുന്ന മെഴുകുതിരി ഊതിക്കെടുത്തിയിട്ട് കേക്ക് മുറിച്ചുകൊണ്ട് നമ്മുടെ ആളുടെ പിറന്നാൾ ആഘോഷിക്കും കുട്ടിയുടെ, ഹിന്ദുവിൻ്റെ. അങ്ങനെ ആഘോഷിക്കത്തോടൊന്ന് കൈ വെക്കും. ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ ആണ്ട പിറന്നാള് ആദ്യത്തെ പിറന്നാൾ അങ്ങനല്ലേ? ഓരോ ഞങ്ങളുടെ ഭാഗത്തുള്ള ഭാഷ അതൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യത്തെ പിറന്നാളിന് ആ കുട്ടിയുടെ കയ്യിലേക്ക് അച്ഛൻ വെച്ച് കൊടുക്കുന്നത് കത്തിയാണ്. ഇന്നത്തെ പേപ്പറിൽ അച്ഛനെ മകൻ വെട്ടിക്കൊന്നു, അമ്മയെ മകൻ വെട്ടിക്കൊന്നു. ആരാ കുഴപ്പക്കാരൻ? കുട്ടിയാണോ നമ്മളാണോ? ആ കുട്ടിയുടെ കയ്യിലേക്ക് ആദ്യം കൊടുത്തത് എന്താ? അച്ഛൻ എന്താ കൊടുത്ത്? കത്തി, കുത്ത്, വെട്ട്, മുറുക്കി അല്ലേ? അതിനു പകരം ആ കുട്ടിയുടെ പേരിൽ ഒരു വൃക്ഷം നടുക. ഓക്സിജൻ വലിക്കില്ലേ? എനിക്ക് എന്താ അറിയില്ല, അപ്പൊ തണുപ്പ് തുടങ്ങുമ്പോൾ ശ്വാസത്ര കിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ല വലിക്കുന്നില്ലേ? ആഞ്ഞിരുന്നിട്ട് ആ ഓക്സിജൻ തരുന്ന സാധനങ്ങളാണ് വൃക്ഷങ്ങൾ. അപ്പൊ ആ വൃക്ഷങ്ങൾ ഒരു കുട്ടിയുടെ പേരിൽ വെച്ച് പിടിപ്പിക്കുക. ആ കുട്ടി 60 വയസ്സാകുമ്പോഴേക്ക് ഈ പ്രകൃതിയിൽ 60 വൃക്ഷം നടും. ഷഷ്ടി പൂർത്തിയായി 500 കോഴിയെ കൊടുന്നു, കട്ട് ചെയ്തു, ബിരിയാണി ഉണ്ടാക്കി വെച്ച് കഴിക്കണേക്കാൾ എത്രയോ ഭേദ ആ 60ാമത്തെ ഷഷ്ടി പൂർത്തി 60 വൃക്ഷം വയ്ക്കുക. ഈ ഭൂമിയിൽ ഓക്സിജൻ കിട്ടും. അടുത്ത തലമുറക്ക് നമ്മൾ ഓക്സിജൻ കൊടുക്കും. നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാവ്, തെങ്ങ് നിങ്ങൾ വെച്ചതാണോ? ആണോ? തേങ്ങട്ട് തിരില്ലേ? ഇപ്പോൾ 75 റുപ്യക്ക് 80 റുപ്യക്ക് തേങ്ങ വേണ്ടില്ലേ? കിട്ടണേ ആര് വെച്ചതാ? നിങ്ങൾ വെച്ചതാണോ? നിങ്ങൾ വെക്കും 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്നത് അല്ലേ? എനിക്കും എൻ്റെ കുട്ടികൾക്കും മക്കൾക്കും മാത്രം 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന സാധനമല്ലേ വയ്ക്കുക? അതെ, നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കും. നിങ്ങളുടെ വീട്ടിലല്ലേ വെച്ചിട്ടുള്ളത്? 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന
പ്ലാവ് വേണം, 3 കൊല്ലം കൊണ്ട് കാക്കുന്ന തെങ്ങ് വേണം. എന്താ കാരണം? സ്വാർത്ഥന്മാരായി മാറി നമ്മൾ, അല്ലേ? നമ്മുടെ പൂർവികന്മാരൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളിന്ന് ചക്കയോ മാങ്ങയോ തേങ്ങ എന്തെങ്കിലും തിന്നുമോ? നമ്മുടെ പൂർവികന്മാർ നമ്മളെ പോലെ ചിന്തിച്ചു ആയിരുന്നെങ്കിൽ നമ്മളിന്ന് ചക്ക തിന്നുമോ, മാങ്ങ തിന്നുമോ? ഒന്നും തിന്നില്ല. അപ്പോൾ നമ്മൾ കടങ്ങൾ വീട്ടാനുള്ള കാര്യമല്ലേ നമ്മൾ പറയണത്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക്, നമ്മുടെ ബർത്ത്ഡേക്ക് ഒക്കെ ഈ കാര്യങ്ങൾ ചെയ്യാം പ്രകൃതിയിൽ. പിന്നെ നമ്മൾ ജലം കുടിക്കുന്നു, അല്ലേ? 20 ഉറുപ്പികൊക്കെ അങ്ങനെ കുപ്പിയിലൊക്കെ വാങ്ങിക്കൊടുന്ന് കുടിക്കുന്നു. നമ്മൾ ധാരാളം ഒരു കുട്ടി ഒരു കൈ കഴുകാൻ വേണ്ടി 10 ലിറ്റർ വെള്ളമാണ് വേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം അറിയില്ല, ഒരു ഒറ്റ വെള്ളം കിട്ടാത്ത എത്രയോ രാഷ്ട്രങ്ങൾ ഈ ഭൂമിയിലുണ്ട്. വെള്ളത്തിന് വേണ്ടി അടിപിടി കൂടുന്ന, കൊലപാതകം ചെയ്യുന്ന രാഷ്ട്രങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ആ അവസ്ഥയിൽ നമ്മൾ ജനിക്കുമ്പോഴാണ് അതിൻ്റെ വില അറിയുള്ളൂ. ഒരു തുള്ളി, ഒരൊറ്റൻ്റെ വില. ഇപ്പം നമ്മളൊരു കുട്ടീനെ നിങ്ങൾ കൈ കഴുകാൻ വിടില്ലേ? ആ കുട്ടി ടാപ്പ് തുറക്കില്ലേ? ആ കുട്ടി സ്റ്റോപ്പ് ചെയ്യോ? കൈ കഴുകി കഴിഞ്ഞാൽ ആ കുട്ടി കൈ കഴുകി കഴിഞ്ഞാൽ ഇങ്ങനെ കളിക്കും, അല്ലേ? അമ്മ പറയും, അമ്മ ശ്രദ്ധിക്കുന്നില്ല, കാരണം അമ്മയ്ക്ക് ഇതിൻ്റെ വാല്യൂ അറിയില്ലല്ലോ. ജലത്തിൻ്റെ മൂല്യം അറിയോ? ഇല്ല. ഒരു പ്രാവശ്യം ബാത്റൂമിൽ പോയാൽ ഒരു ഫ്ലഷിന് 10 ലിറ്റർ. ഈ വെള്ളം എവിടെ നിന്നുണ്ടാവുന്നതാ? നിങ്ങൾ 10 ലിറ്ററിന് വെച്ച് പൈസ കൊടുത്തു നോക്കൂ, എത്ര പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ജലാശയങ്ങൾ ഉണ്ടാക്കുക, കുളങ്ങൾ, കിണറുകളൊക്കെ ഉണ്ടാക്കുക. ഇപ്പൊ നമ്മൾ കുളങ്ങളും കിണറുകളും എന്താ ചെയ്യുന്നത്? തൂർത്തുകൊണ്ടിരിക്കുന്നു. എന്തിനാ? ഫ്ലാറ്റ് കെട്ടാൻ. ഒരു കിണറെന്നുകൊണ്ട് വല്ല പാടിയും കിട്ടുമോ? ഇല്ല. ആ കിണർ മൂടി അതിൻ്റെ മുകളിൽ ഫ്ലാറ്റ് കെട്ടിക്കഴിഞ്ഞാൽ മാസം 50,000 ഉറുപ്പിക ബാങ്കിൽ പോകും. 50,000 ഉറുപ്പിക ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ എവിടെ പോയി? നമ്മുടെ സനാതന മൂല്യങ്ങൾ പോയി. അവിടെയാണ് നമ്മുടെ യാഗയജ്ഞാദി കർമ്മങ്ങളുടെ പ്രാധാന്യം, കുടുംബത്തിൻ്റെ പ്രാധാന്യം വളരെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള. അപ്പം നമ്മൾ കലിയുഗത്തിൽ മനുഷ്യന് എത്ര വയസ്സാ? കലിയുഗത്തിൽ മനുഷ്യന് നിങ്ങൾ ചോദിക്കണം, പറയൂ, എത്ര വയസ്സാ കലിയുഗത്തിൽ? എത്ര വയസ്സ് എത്ര? 30, 40, 76. കലിയുഗത്തിൽ എത്ര വയസ്സാ? പറയൂ, ഒരാൾക്കും അറിയില്ല. കലിയുഗത്തിൽ 120 വയസ്സാ. കേട്ടിട്ടുണ്ടോ? കൃഷ്ണൻ എത്ര വയസ്സിലാണ് മരണപ്പെട്ടെ? 126 വയസ്സിലാണ് മരണപ്പെട്ട. 6 കൊല്ലം അധികം ജീവിച്ചിരിക്കുന്നു, അല്ലേ ഭഗവാൻ? അപ്പോൾ നമുക്ക് 120 വയസ്സാണ് കലിയുഗത്തിലുള്ളത്, അല്ലേ? ഈ 120 വയസ്സിന് 120 വർഷത്തെ ഡിവൈഡ് ചെയ്ത് 9 ഗ്രഹങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. ഓരോരോ ഗ്രഹം, സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഓരോരോ സമയത്ത് നമ്മൾ സൂര്യൻ ഉദിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ചൂട് തട്ടുന്നു. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ അതിൻ്റെ റേഡിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ തട്ടുന്നു, അല്ലേ? ഇപ്പോൾ നമുക്ക് ചൂടില്ലേ? സൂര്യൻ ഉദിക്കുന്നു. രാത്രി ചൂടുണ്ടോ? ഇല്ല. സൂര്യനല്ല, അവിടെ ചന്ദ്രനാണത്. അപ്പോൾ നമുക്ക് ശീതളമായ പ്രകാശത്തെ എത്തുന്നു. അപ്പം ഇങ്ങനെ ഓരോ മനുഷ്യൻ്റെയും ആയുസ് 120 വയസ്സ് ആയി. അപ്പോൾ ആ 120 വയസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യണു? നമ്മൾക്കിപ്പോൾ 35 വയസ്സ് 40 വയസ്സിലൊക്കെ അടിച്ചു പോയിക്കൊണ്ടിരിക്കണു ചെറിയ മക്കൾ. എന്തുകൊണ്ട് സംഭവിക്കണം? 70 വയസ്സേ കിട്ടി എന്നുള്ള ഭാഗ്യത്തിൽ നമ്മളിരിക്കുന്നു. 70 വയസ്സൊക്കെ കിട്ടിയ അന്നത്തെ കാലത്ത് വളരെ വളരെ ഭാഗ്യമാണ്. കാരണം 120 വയസ്സ് വരെ ജീവിക്കേണ്ട നമ്മൾ 60 വയസ്സിൽ, 50 വയസ്സിൽ, 35 വയസ്സ്, 40 വയസ്സിലൊക്കെ നമ്മൾ മരണപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, അല്ലേ? അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യണേ? നമ്മൾ ഒരു ജീവിച്ചു കഴിഞ്ഞാൽ ആ ജീവി എന്താവണം, എങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷിക്കണം എന്നുള്ളതൊക്കെ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള ആ ജീവി ഏതാ ഇപ്പോൾ ലോകത്തിലെ? അതും അറിയില്ല. ആന കണ്ടില്ലേ? ആനല്ലേ ശക്തിയുള്ള ജീവി, അല്ലേ? ആന നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടാ ശക്തി ഉണ്ടായേ ആണോ? അല്ല. അപ്പൊ നമുക്ക് ആനയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ജീവി ആനല്ലേ കരയിലൊക്കെ? അപ്പോൾ അതിനേക്കാൾ ശക്തിയുള്ള ജീവി ഇല്ല. അപ്പോൾ ആന നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടല്ല ശക്തി ഉണ്ടായത്. നമ്മളെവിടെ ആയുസ് കമ്മിയാവുന്നു? ഗുരുവായൂർ ക്ഷേത്രം ആരുണ്ടാക്കിയതാ? ഗുരുവായൂർ ക്ഷേത്രം ആരുണ്ടാക്കിയതാ? പറയൂ, കേൾക്കട്ടെ.
നിങ്ങളുടെ അറിവ് എത്ര ഉണ്ട് നോക്കണ്ട, എന്നാലും ഇത് ബാക്കിയുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. ഗുരുവായൂർ ക്ഷേത്രം ആരുണ്ടാക്കിയതാ? മനുഷ്യണ്ടാക്കിയതാണോ? അല്ലേ? അല്ലേ? മേസന്മാരും കാർപ്പൻറ്റേഴ്സും ഇവരൊക്കെ പാടുണ്ടാക്കിയതല്ലേ? കല്ലുപണിക്കാർ, കൊത്തുപണിക്കാരൊക്കെ ഉണ്ടാക്കിയതല്ലേ? അല്ലേ? അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ചെരുപ്പിട്ട് കിടക്കുമോ? ഇല്ല, കിടക്കില്ല. ഉറപ്പാ? ഓക്കെ. മദ്യപിച്ച് കിടക്കുമോ? നോൺ വെജിറ്റേറിയൻ കഴിച്ച് കിടക്കുമോ? ഉറപ്പാ? മദ്യമില്ല, നോൺ വെജിറ്റേറിയൻ ഇല്ല, അല്ലേ? കുളിക്കാതെ കിടക്കുമോ? ഇല്ല. അത് ഉറപ്പിച്ചു അല്ലേ? അപ്പം ഇതം ശരീരം കൗന്ദയാം ക്ഷേത്രമിദ്ധപരീയതേ, അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്നാണ് പറഞ്ഞത് ഭഗവാൻ, അല്ലേ? അപ്പം ഈ ശരീരം ക്ഷേത്രമാണ്. ഇതിൻ്റെ മാതൃകയാണ് ഗുരുവായൂർ ക്ഷേത്രം. ഓരോ ശരീരത്തിൻ്റെയും മാതൃകയാണ്. അപ്പോൾ ഈ ശരീരം ക്ഷേത്രമാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആത്മാപ്രതിഷ്ഠ, അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ആവാം അങ്ങനെ ഉണ്ടോ? എവിടെ പോയി നമ്മുടെ പ്രശ്നം? മനുഷ്യണ്ടാക്കിയ അമ്പലത്തിനുള്ളിലേക്ക് ഇതൊന്നും പാടില്ല. ഭഗവാൻ ഉണ്ടാക്കിയ അമ്പലത്തിനുള്ളിലേക്ക് ഇതൊക്കെ ആവാമെന്നുണ്ടോ? മനസ്സിലായോ? വല്ല മനസ്സിലായോ? ഭഗവാൻ മനുഷ്യണ്ടാക്കിയ അമ്പലത്തിനുള്ളിലേക്ക് ഇതൊന്നും ഞാൻ 3 ദിവസം മുമ്പ് കുളിച്ചതാ, അന്ന് മുതൽ കുളി തുടങ്ങിയതാ, അങ്ങനെ പറയാം അല്ലേ? ഞാൻ ഭഗവാനെ കാണാതെ ഞാൻ ഒരു വറ്റ് പോലും കഴിക്കില്ല, 3 മണി വരെ പട്ടിണി നടക്കും. അപ്പം ശരി, അതാരുണ്ടാക്കിയ അമ്പല? മനുഷ്യണ്ടാക്കിയ അമ്പലം. ഇതോ ഭഗവാൻ ഉണ്ടാക്കിയ അമ്പലം. ഇതിൻ്റെ ഉള്ളിലേക്ക് ആവാം അല്ലേ? കടിച്ചു വയ്ക്കാം, സിഗരറ്റ് വലിക്കാം. അപ്പോൾ ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഏത് അമ്പലത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? മനുഷ്യണ്ടാക്കിയ അമ്പലത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതോ ഭഗവാൻ ഉണ്ടാക്കിയ അമ്പലത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്? ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതിന് ആയുസ് വർദ്ധിക്കാൻ വേണ്ടി, ഇപ്പം 120 വയസ്സ് വരെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞാൽ നിങ്ങൾ യോഗ ചെയ്യണം. യോഗ ചെയ്ത് പ്രാണായാമം ചെയ്താൽ നിങ്ങൾ കൃത്യമായി 120 വയസ്സ് വരെ ജീവിക്കും. അതല്ലെങ്കിൽ വേദം ചൊല്ലണം, വേദമന്ത്രങ്ങൾ ചൊല്ലണം, എന്നാൽ 120 വയസ്സ് വരെ ജീവിക്കും. രുദ്രം ചമകം ചെല്ലണം, 120 വയസ്സ് വരെ ജീവിക്കും. കാരണം ഇതൊക്കെ പ്രാണായാമത്തെ പെടണം. ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ക്രിയകളാണ് ഈ ചടങ്ങുകളെല്ലാം. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ TV സീരിയൽ മാത്രമേ ഇപ്പോൾ ഒരു യോഗ ഉള്ളൂ. ആ സമയത്ത് യോഗ അല്ലേ? തലകിഴക്കാൻ നോക്കായി സോഫയിൽ കിടന്നിട്ട് നമ്മൾ കാണില്ലേ TV സീരിയലുകളൊക്കെ? എന്താണ്? അന്യൻ്റെ ബെഡ്റൂമിലേക്ക് നോക്കി ആത്മസംതൃപ്തി അടയുന്ന ഹിന്ദു സമൂഹമാണ്. അന്യൻ്റെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുക, അതല്ലേ നമ്മുടെ സംസ്കാരം? ആണോ അല്ലേ? TV സീരിയലിൽ കാണുന്ന ഭാഗം എവിടുന്നാണ് കാണുന്നത്? അവരുടെ ബെഡ്റൂമിൽ പറയുന്ന കാര്യമല്ലേ നിങ്ങൾ നോക്കുന്നത്? ആണോ അല്ലേ? അപ്പം നിങ്ങളിതിലൊക്കെ നല്ല കുട്ടികളായിരിക്കാം, ആരും പോണില്ല, ആരും സീരിയൽ കാണാത്ത ആൾക്കാരാണ്, പക്ഷെ കാണുന്ന ആൾക്കാരില്ലേ? ഇല്ലേ? ഇഷ്ടം പോലെ കാണില്ലേ? അപ്പോൾ അന്യൻ്റെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരു സംസ്കാരം നമ്മൾക്ക് വന്നു. എങ്ങനെ വന്നു? നമ്മുടെ സംസ്കാര ശുദ്ധിയിലൂടെ വന്നു. നമ്മൾക്ക് ഒരു ദൈവികമായിട്ടുള്ള സനാതന ധർമ്മ സംസ്കാരം ഉണ്ടായിരുന്നു ഇവിടെ. എങ്ങനെ ജീവിക്കണം? അപ്പോൾ നമ്മൾ ഗർഭാധാനം മുതൽ തുടങ്ങുന്ന ഒരു കർമ്മമുണ്ട്, ഗർഭാധാനം. കേട്ടിട്ടുണ്ടോ? എന്താ കർമ്മത്തിൻ്റെ പേര്? ഷോഡശ സംസ്കാരം എന്ന് പറയും അല്ലേ? ഗർഭാധാനം, പുംസവനം, അങ്ങനെയുള്ള 16 കർമ്മങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ 16 കർമ്മങ്ങൾ, 16ാമത്തെ കർമ്മമാണ് 16 അടിയന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം? നമുക്കങ്ങനെ ഇങ്ങനെയും ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ. ഇവിടെ സനാതന ധർമ്മം നിഷ്കർഷിച്ചിട്ടുണ്ട്, ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഗർഭാധാന കർമ്മമാണ് ആദ്യത്തെ കർമ്മം. ഇന്നത്തെ ഹിന്ദുവിൻ്റെ ഗർഭാധാന കർമ്മത്തിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. എവിടേക്കാണ് ക്ഷണിക്കേണ്ടത്? ഒരു വിവാഹ ചടങ്ങിലേക്ക്. വിവാഹ തലേ ദിവസം ഒരു ഹിന്ദുവിൻ്റെ വീട് എങ്ങനെയായിരിക്കും? ഒരു ഹിന്ദുവിൻ്റെ തലേ ദിവസത്തെ വീട് എങ്ങനെയായിരിക്കും? ആദ്യത്തെ കർമ്മമല്ലേ വിവാഹാനന്തരം പുത്രോത്പാദനം, അതാണ് ഗർഭാധാന കർമ്മം. അപ്പോൾ ഹിന്ദുവിൻ്റെ വീട് നിങ്ങൾ പറഞ്ഞാൽ എനിക്കറിയാം അല്ലേ? നമ്മൾ ഒരു ബീവറേജ് മുഴുവൻ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. ഞാൻ ഇപ്പോൾ അടുത്തൊരു സിനിമ ഉണ്ടോ, ആ സിനിമയിൽ ഇപ്പം അടുത്തുള്ള പഴയ പടത്തിലൊന്നും കാണില്ല അതൊന്നും. ഇപ്പം അടുത്തുള്ളൊരു പടത്തിൽ ഹിന്ദുവിൻ്റെ കല്യാണം തലേ ദിവസം മുഴുവൻ ഈ സാധനങ്ങളാണ്. അപ്പോൾ വരനും കൂട്ടുകാരും ചേർന്ന് മദ്യം സേവിച്ച് കൂത്താടി, ഡാൻസ് പാടി, പാട്ട് പാടി, ഡാൻസ് ആടി, ആ രക്തത്തിലുണ്ടാകുന്ന കുട്ടി
ഈ സമൂഹത്തിനും കുടുംബത്തിനും അച്ഛനും അമ്മയ്ക്കും ഉപകരിക്കുമോ? ഫസ്റ്റിലെ കർമ്മം എവിടെ നമുക്ക് പഴവരിച്ച് മുലിറ്റൂര് സംഭവിക്കുന്നു. എവിടെ? ആദ്യത്തെ പുത്രോത്പാദനം. പണ്ട് കാലങ്ങളിൽ പുത്രോത്പാദനത്തിന് മുഹൂർത്തങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്, കൃത്യമായി ഭക്ഷണ രീതികളുണ്ട്, കൃത്യമായി എണ്ണ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്ന ചടങ്ങ് മുതൽക്ക് ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾക്ക് അത്രയും പ്രധാനമായിട്ട് അതിന് ശാന്തി മുഹൂർത്തം കുറിച്ച് കൊടുക്കുക എന്ന് പറയും. ഇന്ന് തമിഴ്നാടിൻ്റെയും പാലക്കാടിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അത് ആചരിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ മോഡേൺ എന്ന് പറഞ്ഞ് ഇപ്പോൾ എവിടെ എത്തി? കുട്ടിയുണ്ടായ ശേഷം കല്യാണം അല്ലേ? അങ്ങനെയായി മാറിയില്ലേ നമ്മൾ? കുട്ടിയുണ്ടായ ശേഷം കല്യാണം, കുട്ടികൾ വേണ്ട, ഭർത്താവ് വേണ്ട, കല്യാണം വേണ്ട, ഹിന്ദു സമൂഹം ആയി മാറി. ഇന്ന് പല ഹിന്ദു കുട്ടികൾ സംസാരിക്കുമ്പോൾ അവർ കല്യാണം വേണ്ട. എന്തുകൊണ്ടാണ് കല്യാണം വേണ്ടാത്തത്? കാരണം അവർ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾ, അവർ കാണുന്ന നമ്മുടെ ഫാമിലി, അവർ കാണുന്ന നമ്മുടെ ഡൈവേഴ്സ്, ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നത് ഹിന്ദു സംസ്കാരത്തിലാണ്, ഹിന്ദു സമൂഹത്തിലാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. കൃഷ്ണനും ഭഗവാനും എല്ലാവരും ജീവിച്ച് കാണിച്ചു തന്ന ഒരു മാർഗം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾക്ക് ഇതൊന്നും അന്യം നിന്ന് പോയി. എവിടെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയാണ്. അവിടെയാണ് ഈ ശ്രീരാമന്റെ ജനനത്തിൽ പറയുന്നുണ്ട്, പുംസവനാദി കർമ്മങ്ങള്, ഗർഭാധാന കർമ്മത്തിൽ നമ്മൾ അവിടെ പായസം കൊടുക്കുകയും ആ പുംസവനം, സീമന്തോദയനം ഇത്യാദി കർമ്മങ്ങൾ കഴിച്ചു. രാജാക്കന്മാർക്കും ബ്രാഹ്മണർക്കും അത്യധികം സ്വർണങ്ങളും പട്ടുകളും അതുപോലെ ധനം സമൃദ്ധികളൊക്കെ കൊടുത്തു സന്തോഷത്തിന് എന്നൊക്കെ രാമായണത്തിൽ പറയുന്നുണ്ട്. പിന്നെ രാമൻ നമുക്കുണ്ടായോ? നമുക്ക് ബീവറേജ് സംസ്കാരം വന്നപ്പോൾ രാമായണ സംസ്കാരം പോയി അല്ലേ? നമ്മൾക്ക് ബീവറേജ് സംസ്കാരം വന്നപ്പോൾ എന്തുണ്ടായി? രാമായണ സംസ്കാരം നമുക്ക് പോയി. ആ രാമായണ സംസ്കാരത്തിൽ നമുക്ക് ഇതേപോലെ രാമൻ ഉണ്ടാക്കാനോ 5200 ചില്ലാനം വർഷം ഭഗവാൻ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ജീവിച്ചു. പക്ഷേ ഒരു കൃഷ്ണൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയില്ല. പറ്റിയോ? ഒരു ഭഗവാൻ കൃഷ്ണൻ ഉണ്ടാക്കാൻ പറ്റിയോ? ഇല്ല. 5000 ചില്ലാനം വർഷം കഴിഞ്ഞു ഭഗവാൻ ഈ ലോകത്തുനിന്ന് പോയിട്ട്. പക്ഷേ അതേപോലെ ഒരു കൃഷ്ണൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ പ്രശ്നങ്ങൾ, ച്യുതികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഈ യാഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ യാഗങ്ങളുടെ പ്രസക്തി. ഇവിടെ യാഗത്തിന് നമ്മൾ പല ഔഷധങ്ങളാണ് നമ്മൾ ഈ യാഗത്തിൽ സമർപ്പിക്കുക. അപ്പം ഔഷധങ്ങളുടെ പുക ശ്വസിക്കുകയും ആ പ്രപഞ്ചം അത് ശുദ്ധീകരിക്കപ്പെടുകയും വായു ശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾക്ക്, അതായത് ചരാചരങ്ങൾക്ക്, ചരങ്ങൾക്കും അചരങ്ങൾക്കുമായിട്ടുള്ള എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം കിട്ടുന്ന ഒരു ചടങ്ങാണ് ഈ യാഗങ്ങൾ എന്ന് പറയുന്നത്. യാഗങ്ങൾ പലതരം ശ്രൗത കർമ്മങ്ങൾ, രൂതകർമ്മങ്ങൾ, അങ്ങനെതായ ഒരുപാട് കർമ്മങ്ങളുണ്ട്. സോമയാഗങ്ങൾ, അതിരാത്രങ്ങൾ, അഗ്നിഷ്ടോമയാഗം, അങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങൾ ഉണ്ട്. അവിടെയൊക്കെ ഈ ഔഷധങ്ങൾക്കാണ് പ്രാധാന്യം. ഇപ്പം സാധാരണ നമ്മൾ ഹിന്ദുക്കൾ പറയും, ബീവറേജിൽ പോകുന്ന ആൾക്കാരെന്താ പറയുക? ദേവന്മാരും ദേവേന്ദ്രനൊക്കെ സോമരസം കഴിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്താ ഞങ്ങൾക്ക് സോമരസം കഴിച്ചാണ്. സോമരസമാണ് മദ്യം എന്നുള്ള ധാരണയാണ് നമ്മുടെ ഹിന്ദുക്കൾക്ക്. ഇപ്പം സോമലത എന്ന് പറയുന്ന ഒരു വള്ളി പിഴിഞ്ഞുണ്ടാക്കുന്ന നീരിനെയാണ് സോമരസം. അത് ആഹുതി ചെയ്യുന്നതാണ് സോമയാഗം എന്ന് പറയുന്നത്. അല്ലാതെ സോമരസം എന്ന് പറഞ്ഞാൽ മദ്യമല്ല അല്ലേ? നമ്മളോട് പറയില്ലേ, ദേവന്മാർ സോമരസം കഴിച്ചിട്ടുള്ളൂ, പിന്നെന്താ ഞങ്ങൾക്ക് കഴിച്ചാൽ എന്നൊക്കെ പറയും. നമുക്ക് എന്താണ് അതിനൊന്നും ഉത്തരമില്ല. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് ഉത്തരം ഇല്ലാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ പൂജയിൽ നിന്നും ഈ യാഗകർമ്മങ്ങൾ വ്യത്യസ്തമാണ്. എന്താ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? നിങ്ങൾ ഈ യാഗത്തിൽ പങ്കെടുത്ത ആൾക്കാരല്ലേ? നിരവധി യാഗത്തിൽ പങ്കെടുത്തില്ലേ? എന്താണ് സാധാരണ പൂജകളും യാഗങ്ങളും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഗുരുവായൂർ പാൽപ്പായസം എന്തിനാ കഴിക്കണേ? എന്തിനാ കഴിക്കണം പാൽപ്പായസം? എനിക്കെൻ്റെ കുട്ടികൾക്കും സ്വർണ്ണം ഉണ്ടാവണം, വെള്ളി ഉണ്ടാവണം, മുതലുണ്ടാവണം, എൻ്റെ കുട്ടി ഫസ്റ്റ് ക്ലാസ്സിന് വരണം, ഒരു ദുഃഖവും പാടില്ല, ഒരു നരകവും പാടില്ല. അങ്ങനെ നടക്കുമോ? അപ്പോൾ എന്തുണ്ടായി? ആ പാൽപ്പായസത്തിൻ്റെ പൈസ പോയി അല്ലേ? പിന്നെ എന്തുണ്ടായി? പിന്നെ നമ്മൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ടോ, നവഭക്തിയെ കുറിച്ചൊക്കെ പറയുന്നില്ലേ? 9 തരം ഭക്തികളെ കുറിച്ചും അത് ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ടതൊക്കെ ഓരോന്ന്. അപ്പോൾ എന്തായാലും അവിടെ നമുക്ക് കാര്യസാധനത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പല കാര്യങ്ങളും പുഷ്പാഞ്ജലി കഴിക്കുന്നത് അല്ലേ?
ഹിന്ദുവിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണം. നമ്മൾ ഒരു അമ്പലത്തിൽ പോയി മരുമകൾ പറഞ്ഞു എൻ്റെ അമ്മായിമേനെ നിലയ്ക്ക് നിർത്തണം, 101 രൂപയുടെ പുഷ്പാഞ്ജലി ഞാൻ കഴിച്ചു ദേവി. അതേ ദേവിയുടെ അടുത്ത് വന്നിട്ട് അമ്മായിമ പറഞ്ഞ എൻ്റെ മരുമകളെ നിലയ്ക്ക് നിർത്തണം, 102 പുഷ്പാഞ്ജലി ഞാൻ കഴിക്കാം. ഏതെടുക്കും ദേവി? അല്ലേ? രക്തപുഷ്പാഞ്ജലി, ശത്രു സംഹാര പുഷ്പാഞ്ജലി, അങ്ങനെ നിരവധി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്? ഇതൊക്കെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി, എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ എന്നുള്ള സ്വാർത്ഥത ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പൂജാതി കർമ്മങ്ങൾ, ഹോമാതി, മറ്റേ വഴിപാട് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. യാദവ് എന്താണ്? അഗ്നയേ സ്വാഹ അഗ്നയേ ഇദം നമഃ. എന്താ പറയുക? ഇതൊന്നും എൻ്റേതല്ല, ഇതൊക്കെ അഗ്നിദേവൻ്റെയാണ്, ഭഗവാന്റെയാണ്, ഇതൊന്നും എൻ്റേതല്ല. ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായ ഇദം നമഃ. ഇത് ഇന്ദ്രൻ്റെയാണ്, ഇത് എൻ്റേതല്ല. യമായ സ്വാഹ യമായ ഇദം നമഃ. ഇത് യമൻ്റെയാണ്, ഇത് എൻ്റേതല്ല. നിർദയേ സ്വാഹ നിർദയേ ഇദം നമഃ. ഇത് നിർദ്ദയുടെയാണ്, ഇത് എൻ്റേതല്ല. ഇത് വരുണൻ്റെയാണ്, എൻ്റേതല്ല. അപ്പം എനിക്കിവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എനിക്കിവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഈ കാണുന്നതൊക്കെ നമ്മൾ എവിടെ വെച്ച് പോകണം? ഇവിടെ വെച്ച് പോകണം, അല്ലേ? ഇതൊന്നും എൻ്റേതല്ല. നീ കാണുന്നതും കണ്ടതും കേട്ടതും കട്ടെടുത്തതും അങ്ങനെയുള്ള എല്ലാ സാധനവും എവിടെ ഉപേക്ഷിച്ച് പോകണം? നമ്മൾ ഇവിടെ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകണം. അതുകൊണ്ടാണ് ഈ യാഗത്തിൻ്റെ പ്രത്യേകത. യാഗം പ്രത്യേകമായിട്ട് പറഞ്ഞു, ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം ഭഗവാന്റെയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശ്വാസം മേപ്പിട്ട് വെച്ച് കിഴിപ്പിട്ട് വന്നതിനെ കഴിഞ്ഞില്ലേ? എന്താ അമ്മണിയമ്മയ്ക്ക് ഉണ്ടായി? എന്താ ഒരു ശ്വാസം മുട്ടുണ്ടായി, ഇത്രേ കഴിഞ്ഞു, രാത്രി തന്നെ, ഇത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ആലോചിച്ച് നോക്കൂ. രാവിലെ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്ന് നേരം വെച്ചാൽ ഏട്ടാ ഏട്ടാ നീക്കില്ല. എന്താ കാരണം? അറ്റാക്ക് എന്താ പറയുക? അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആക്രമിക്കുക, അല്ലേ? ആരാക്രമിച്ചു കൊണ്ടുപോയി? ഭഗവാൻ കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോയി? ഇവിടെ നേരത്തെ എടുക്കാത്തതുകൊണ്ട്, അല്ലേ? കണി കണ്ട സാധനങ്ങൾ കടിച്ചു വലിക്കുക കാരണം എന്തുണ്ടായി? നമ്മുടെ ആന്തരികമായിട്ടുള്ള സിസ്റ്റംസ് മുഴുവൻ നഷ്ടമായി. 90 വയസ്സും 95 വയസ്സും ജീവിച്ചിരിക്കുന്ന അമ്മമാർ 16 പ്രസവിച്ച് 12 പ്രസവിച്ച് 14 പ്രസവിച്ച അമ്മമാർ നമ്മുടെ ഇടയിലുണ്ട്. 95 വയസ്സ്, ഒരു കേടുമില്ല, ഒരു സിസേറിയനും വേണ്ടെന്നോ. ഇന്ന് ഗർഭാലസ്യം വന്ന 4 ആൾ താങ്ങാൻ വേണം, വേണ്ടേ? ഡോക്ടർ പറയാൻ അനങ്ങരുത്, ഇടത്തോട്ട് തിരിയരുത്, വലത്തോട്ട് തിരിയരുത്, കുമ്പിടരുത്, നൂരരുത്, ആകെ ഒരു കട്ടിൽമ കയറ്റി കിടത്തും. 10ാം മാസം എന്താ ഉണ്ടാവുക? സിസേറിയൻ ചെയ്യും, അല്ലേ? ലോകത്തിൽ സിസേറിയൻ ചെയ്യുന്ന ഒറ്റ ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഒരു ജീവികളും ഒരു ഈശ്വര സൃഷ്ടികളും സിസേറിയൻ ചെയ്യുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താ? അവരെല്ലാം പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിക്കുന്നു, നമ്മൾ പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിക്കുന്നു. ഇതാണ് അതിൻ്റെ പ്രധാന കാരണം. ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് മനസ്സിലാവില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഈ ഗുരുവായൂർ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് വണ്ടേ കയറണ്ടേ? അതിന് വേണ്ടി പറയാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ യാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊന്നും എൻ്റേതല്ല എന്ന ഭാവത്തോടു കൂടി പ്രകൃതിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് യാഗങ്ങളെല്ലാം വരുന്നത്. ഏത് മന്ത്രം എടുത്ത് പരിശോധിച്ചാലും ആ മന്ത്രം വരുന്നത് എന്താണ്? ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള മന്ത്രമാണ് വരുന്നത്, അല്ലേ? അവിടെ ഏതാണ് വരുന്നത്? ഈ എല്ലാ കാര്യങ്ങളും അവിടെ 108ഓളം ഔഷധ മൂല്യങ്ങൾ, അതുപോലെ 244 ഔഷധ മൂല്യങ്ങൾ, 54 ഔഷധം, പല ഔഷധങ്ങളും വെച്ച് നമ്മൾ ഹവിസ് സമർപ്പിക്കുക, അല്ലെങ്കിൽ മറ്റേ പൂർണ്ണാഹൂതി സമർപ്പിക്കുക എന്നുള്ള ചടങ്ങ്. ആ ചടങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് ഇത്രയും ഔഷധങ്ങൾ അഗ്നിയുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജൻ അല്ലെങ്കിൽ അതിൻ്റെ എനർജിയാണ് നമ്മുടെ ഫലം. ഒരു സ്പൂൺ നെയ്യ് അഗ്നിയുമായി പൂർണ്ണമായി കത്തി ലയിക്കുമ്പോൾ ശുദ്ധമായ ഓക്സിജൻ, ഓസോൺ പാളിക്ക് സമമായ ശുദ്ധമായ ഓക്സിജൻ ഉണ്ടാവുന്നു എന്ന് നമ്മുടെ ഋഷീശ്വരന്മാരല്ല, ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് വിശ്വസിക്കാം. ഋഷീശ്വരന്മാർ പറഞ്ഞാലേ വിശ്വസിക്കാൻ പ്രശ്നമുള്ളൂ, അല്ലേ? ഛാദേതി മറയ്ക്കുന്നു, മഹതി ഭൂച്ഛായ മഹത്തായ ഭൂമിയുടെ നിഴൽ, സൂര്യം സൂര്യനെ. ഇതൊരു പ്രാവശ്യം പൂർണ്ണമായാൽ സൂര്യഗ്രഹണമാണെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് പുച്ഛം, അല്ലേ? ഐസക് ന്യൂട്ടനല്ലേ കണ്ടുപിടിച്ച് എന്ത്? ഭൂഗുരുത്വാകർഷണ ബലം. അതിൻ്റെ മുന്നേ വേദങ്ങളുടെ തുല്യമായ ആകർഷണത്തിലുള്ള തുല്യമായ ഗോളങ്ങൾ തമ്മിൽ ആകർഷിച്ച് നിൽക്കുമ്പോൾ ഒന്നും താഴേക്ക് പതിക്കുന്നതല്ല. പക്ഷെ നമ്മുടെ
ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മളെ കൊണ്ട് എവിടെ എത്തിച്ചു? ഇംഗ്ലീഷിൽ പറഞ്ഞത് കേട്ട് 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 നമ്മളും അവിടേക്ക് എത്തി. ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് 7ഓളം യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ട് യാഗങ്ങളെ കുറിച്ചും യജ്ഞങ്ങളെ കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ട്. നിർഭാഗ്യവശാൽ ഭാരതത്തിൽ അങ്ങനെ സിസ്റ്റം ഇല്ലാതെ പോയി. ആലോചിച്ച് നോക്കൂ, എത്ര 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 ഉദാഹരണങ്ങളുണ്ട്. ഭാരതത്തിൽ 7 ഗ്രഹങ്ങളേ ഉള്ളൂ പണ്ട് കാലത്ത്, ഇന്നും 7 ഗ്രഹങ്ങളേ ഉള്ളൂ. നാസ നമ്മളെ കൊണ്ട് പഠിപ്പിച്ചു 9 ഗ്രഹങ്ങളെ കൊണ്ട് പഠിപ്പിച്ചു, നവഗ്രഹങ്ങളുണ്ട് പഠിപ്പിച്ചു. ലാസ്റ്റ് ഇപ്പൊ നാസ പറഞ്ഞു 7 ഉള്ളൂ, 2 പൂർണ്ണഗ്രഹമല്ല. അതുകൊണ്ട് ഇവർ അംഗീകരിക്കാൻ പറ്റില്ല, 7 ഉള്ളൂ. ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി, ഈ 7 ഗ്രഹങ്ങള് രുദ്രം ചൊല്ലുമ്പോ അയാൾ പറയുന്നുണ്ട്, രാഘവേ അർദ്ധഗ്രഹായ സ്വാഹ കേതവേ അർദ്ധഗ്രഹായ സ്വാഹ. അന്നത്തെ ഋഷിഷ്യന്മാർക്ക് അറിയാമായിരുന്നു രാഹു കേതു തിയറി, രാഹുവും കേതുവും പൂർണ്ണഗ്രഹമല്ല എന്ന് നമ്മുടെ ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. അവിടെ പറഞ്ഞു, നമ്മളെ പറഞ്ഞു പറ്റിച്ചു ഇംഗ്ലീഷിൽ. ഈ 9 ഗ്രഹത്തെ കണ്ടപ്പോൾ അവർ ഷേഡമാണ്, അതൊരു സ്പാർക്കാണ്. ആ സ്പാർക്കിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നമ്മൾ